ഗായ്സ്, വെൽക്കം ടു അമ്നൂസ് വേൾഡ്. എല്ലാവർക്കും അമ്നൂസിൻ്റെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അമ്നൂസിനെ കണ്ട് കുറേ ആയില്ലേ, അപ്പം നമ്മൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതി. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പം അമ്മേൻ്റെ വാപ്പയിടയ്ക്ക് ലീവിന് വന്ന സമയത്ത് നമ്മൾ മലപ്പുറം പോയിട്ടുണ്ടായിരുന്നു. അത് അമ്മയുടെ വാപ്പൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മാരേജ് ഫംഗ്ഷന് വേണ്ടി പോയതാണ്. പോയപ്പോഴത്തേക്കാണ് മിനി ഊട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുള്ളതും നല്ല കാണാൻ നല്ല വൈബാണെന്നും ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് പോയതാണ്. അങ്ങനെ പോയപ്പോഴത്തേക്കും വാപ്പൻ്റെ ഫ്രണ്ടും ഫാമിലിയും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂനും ഒരു കൂട്ടായിട്ട് മോനും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സിപ്പ് ലൈൻ കയറുന്നതും ഫിഷ് സ്പാ ചെയ്യുന്നതൊക്കെയാണ് കണ്ടത്. അമ്നൂസ് ഫസ്റ്റ് ടൈമാണ് സിപ്പ് ലൈൻ ചെയ്യുന്നത്. അമ്മേൻ്റെ ഫ്രണ്ട് ഇതിന് മുന്നേ കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് സിപ്പ് ലൈൻ കയറുന്ന ടൈമിൽ ഞങ്ങൾക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. അവൾ ഹാപ്പിയാണ്, എന്നാലും ടെൻഷനുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഫസ്റ്റ് ടൈം ആയപ്പോൾ. പിന്നെ ഫ്രണ്ടും കൂടെ കയറുന്നത് കൊണ്ട് അവൾ ഓക്കെ ആയിരുന്നു. ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന് തിരിച്ചു വരുന്നത് അമ്നൂസാണ്. അങ്ങനെ അമ്നൂസ് സിപ്പ് ലൈൻ കയറി തിരിച്ചെത്തിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അടുത്ത് പോകുന്നത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ടാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. ഇത് വന്ന സമയത്തേക്ക് നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് പോകാമെന്നുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറി. ഫസ്റ്റ് അമ്നൂസ് കയറുന്ന സമയത്ത് അമ്നൂസിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പം അമ്നൂസ് സെൻറ്ററിൽ കൂടെയാണ് നടന്നു വരുന്നത്. അത് താഴത്തേക്ക് നോക്കാണ്ട് ആ നടുക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഭാഗത്തൂടെയാണ് അമ്നൂസ് നടന്ന് ഇങ്ങനെ വരുവാണ്. അവിടെ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അമ്നൂസ് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നടക്കുന്നതും അവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് വന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ലൈറ്റിങ്സ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല ലൈറ്റും മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. എന്തിനും പോകാത്തവർ ഒരു വട്ടമെങ്കിലും അവിടെ പോയെന്ന് എൻജോയ് ചെയ്യാം. നല്ല ലൈറ്റിങ്സും കാര്യങ്ങളും അവിടെ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് കളിക്കാനും ആ പാട്ട് മ്യൂസിക്കിനൊക്കെ അനുസരിച്ച് ലൈറ്റ് ഷെയ്ഡൊക്കെ മാറുന്നുണ്ട്. അവിടെ അമ്നൂസ് പാട്ട് കേൾക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഡാൻസ് കളിച്ച് വരുവാണ്. അപ്പോഴത്തേക്കും അമ്നുവിൻ്റെ ഫ്രണ്ടും അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിച്ചാണ് നടക്കുന്നത്. മോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ് ചെയ്യുന്നത്. മോള് അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ല. രണ്ടുപേരും സ്റ്റഡി ആയിട്ട് അങ്ങനെ നിൽക്കുന്നില്ല. കുറച്ച് ടൈം നോക്കുമ്പോഴത്തേക്ക് രണ്ടുപേരെയും കാണത്തില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് കളിക്കുകയാണ്. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ ഡാൻസ് കളിക്കും. മോനാണെങ്കിൽ ഇങ്ങനെ ഓടി കളിക്കുകയാണ്. അവനെ കിട്ടിയൊരു ഫ്രണ്ടാണ്. അവിടെ പോയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നല്ല കമ്പനിയായിരുന്നു. ഈ വീഡിയോസിൽ തന്നെ ഓൾമോസ്റ്റ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ലൈറ്റായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് മ്യൂസിക് ഉണ്ട്. പക്ഷെ നമുക്ക് മ്യൂസിക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് മ്യൂസിക് ആഡ് ചെയ്യാത്തത്. അമ്മ ഫോട്ടോ എടുക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണ് സ്റ്റഡിയായിട്ട്. പക്ഷേ വീഡിയോ എടുത്തതെന്ന് അമ്മൂസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് എടുത്തതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈവനിങ് ടൈമിൽ പോവുകയാണെങ്കിലാണ് കൂടുതൽ വൈബ് കിട്ടുക. ആ ഒരു ടൈം കയറുമ്പോൾ ആ ഒരു ലൈറ്റും കാര്യങ്ങളും മ്യൂസിക്കും ഈവനിങ് ടൈം സെറ്റാണ് അവിടെ പോകാനായിട്ട്. പിന്നെ അമ്നൂസിൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ ഓടിക്കളിക്കുവാണ്. പക്ഷെ ഞങ്ങൾക്ക് പാരൻസിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഗ്ലാസ് ആയതുകൊണ്ട് ഈ ഓടിക്കളിക്കുമ്പം സ്ലിപ്പാകുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ബാലൻസ് ചെയ്ത് തന്നെയാണ് ഓടിക്കളിക്കുന്നതും. അവിടെ കിടക്കുന്നു, ഓടുന്നു. അവരുടെ ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പക്ഷേ കുട്ടികളുടെ ആ ഒരു എൻജോയ്മെൻറ്റ് കാണുമ്പോൾ പാരൻസിന് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ. അവർ രണ്ടുപേരുമായിട്ട് കളിക്കുക, ആ ലൈറ്റിങ് സീനൊക്കെ മാറുന്നതിനനുസരിച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോവാം. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ കളിച്ച് മതിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ട് തിരിച്ച് അവർക്കായിട്ടുള്ളൊരു പാർക്ക് ഏരിയ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓരോ റൈഡിലായിട്ട് ഒരുപാട് റൈഡുകളുണ്ടായിരുന്നു. എല്ലാത്തിലും കയറുന്നുണ്ടായിരുന്നു. അവരെല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് സഭാ സ്ക്വയറിലോട്ടാണ് പോയത്. സഭാ സ്ക്വയറിൽ വന്നു. അവിടെ നിന്നു 1-2 ഫോട്ടോസ്, രണ്ടുപേരെയും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് അവിടെ നിന്ന് നേരെ അടുത്ത് അവിടെ പാർക്കുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ അവിടെ പാർക്കിലൊക്കെ കയറി എൻജോയ് ചെയ്തു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you.